ഈ ഒരു വണ്ടിയിൽ എനിക്ക് രണ്ടൊന്ന് നെഗറ്റീവ്സ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹലോ യൂട്യൂബ്, റൈഡേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടണും അതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്തിടുക. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ ജിക്സർ SF250യുടെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ LED യൂണിറ്റാണ് ഈ വണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡുവൽ ചാനൽ ABS ആണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അത്യാവശ്യം നല്ല വൈഡറായിട്ടുള്ള ടയറാണ് ഫ്രണ്ടിലും റയറിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫുൾ ഡിജിറ്റൽ നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മീറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ഫ്യൂൽ ഇൻഡിക്കേഷൻ ഗേജ്, പിന്നെ ടൈം, ട്രിപ്പ് മീറ്റർ എന്നിവ ഈ ഒരു മീറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ടിൻ മഫ്ലറാണ് നമുക്ക് ഈ ഒരു മുന്നിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് ഈ പുതിയ ജിക്സർ SF250യുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കിട്ടുമോ? ഇതുവരെ കണ്ട് പരിചയമില്ലാത്തൊരു ഡിസൈനാണ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 800 mm ആണ് വരുന്നത്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 179 cm ആണ്. എനിക്ക് രണ്ട് കാലും കംപ്ലീറ്റ്ലി പ്ലാന്റഡ് ആയിട്ട് തന്നെ തറയെ കുത്തി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒരു LED ടെയിലൈറ്റ് യൂണിറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെ ഈ ഒരു വണ്ടി നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു മോഡലിൽ 3 പീസ് ഹാൻഡിലാണ് യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വണ്ടി റൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. സുസുക്കി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഒരു 1/4 ലിറ്റർ ബൈക്കാണ് സുസുക്കിയുടെ ജിക്സർ SF250. ആദ്യമായിട്ട് ഈ ഒരു വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ അഗ്രസീവ് സീറ്റിംഗ് പൊസിഷനാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി ഈ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന സ്വിച്ചിൻ്റെ പൊസിഷൻ നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എൻജിൻ കിൽ സ്വിച്ചും ഇഗ്നിഷൻ ബട്ടണും കാണാം. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹൈ ബീമും ലോ ബീമും പാസ് ലൈറ്റും കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്റർ സ്വിച്ചും അതിൻ്റെ താഴെയായിട്ട് ഹോണിൻ്റെ സ്വിച്ചും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു 161 കിലോഗ്രാമാണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വണ്ടി സ്റ്റേബിളാണ്. ഈ ഒരു വണ്ടിയുടെ പവർ നോക്കുവാണെങ്കിൽ 26.5 bhp ആണ് 9000 RPM തരുന്നത്. അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറഞ്ഞാൽ 22.6 Nm ടോർക്കാണ് 7500 RPM തരുന്നത്. ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സിറ്റി റൈഡിങ്ങിലും ഹൈവേ ടൂറിങ്ങിലും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ജിക്സറിൻ്റെ SF250. നല്ലൊരു റെസ്പോൺസീവായിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് ഈ ഒരു വണ്ടി നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു വണ്ടിയിൽ ഡ്യുവൽ ചാനൽ ABS യൂസ് ചെയ്തതുകൊണ്ട് റൈഡ് ചെയ്യുന്ന സമയം നല്ലൊരു കോൺഫിഡൻസ് ഈ ഒരു വണ്ടി തരുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത് 12 ലിറ്ററാണ്. കപ്പാസിറ്റി കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. ഈ മൈലേജ് കാര്യം നോക്കുവാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു 34 to 38 ആണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈലിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും റിയൽ ലൈഫിൽ കിട്ടുന്ന മൈലേജ്. ഈ ഒരു വണ്ടിയിൽ എനിക്ക് രണ്ടൊന്ന് നെഗറ്റീവ്സ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ അങ്ങ് റിവീൽ ചെയ്യുന്നതായിരിക്കും.
അത്യാവശ്യം നല്ല കംഫർട്ട് ആൻഡ് സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സീറ്റ് യൂസ് ചെയ്ത് കുഷ്യനായാലും തന്നെ അധികം നമുക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു വണ്ടി നോക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. യൂസ് ചെയ്യുന്ന പാർട്സ് ആയാലും തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള പാർട്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സുസുക്കിയുടെ ഈ ഒരു മോഡലുകൊണ്ട് ഒരു പുതിയ എഞ്ചിൻ തന്നെയാണ് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സുസുക്കിയുടെ ബാക്കി വണ്ടികളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുള്ള എല്ലാ വണ്ടികളും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയായിരുന്നു. അതേ ഒരു വിശ്വാസം തന്നെ ഈ ഒരു വണ്ടി നമുക്ക് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുസുക്കി ജിക്സർ SF250യുടെ പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 1,70,655 രൂപയാണ്. ഇപ്പോൾ ഈ ഒരു വണ്ടി 2 കളർ ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നൊരു മെറ്റാലിക് മാറ്റ് പ്ലാറ്റിനം സിൽവറിലും മറ്റേതൊരു മെറ്റാലിക് മാറ്റ് ബ്ലാക്കിലുമാണ്. ഇന്ന് നമ്മൾ ഈ ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന ഒരു വണ്ടി മെറ്റാലിക് മാറ്റ് ബ്ലാക്കിലുള്ളൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ അതേ ഒരു ഹാർഡർ സൈഡിലേക്കല്ല ട്യൂൺ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബമ്പൊക്കെ ചാടുന്ന സമയത്ത് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് വണ്ടി റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുമ്പ് പറഞ്ഞ ഒരു 3 നെഗറ്റീവ്സിനെ കുറിച്ചാണ്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റും സെക്കൻഡും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഗിയർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സൗണ്ട് നമുക്കറിയാൻ പറ്റും. ബാക്കി ഗിയറുകളെല്ലാം സ്മൂത്താണ്. പിന്നെ ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിൻഷീൽഡിൻ്റെ കാര്യമാണ്. അതൊരു അത്രമാത്രം ഒരു വിൻഡ് ബ്ലാസ്റ്റിങ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. മൂന്നാമതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു മിററിനെ കുറിച്ചാണ്. നമ്മളൊരു അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്ത് നല്ലൊരു വൈബ്രേഷൻ ഈ ഒരു മിററിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്ക് ഈ പുതിയ ജിക്സർ SF250യെ കുറിച്ച് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്ലീസ് സപ്പോർട്ട് മീ ഗൈസ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്സ്.